രാഘവേട്ടോ ആ ഇങ്ങോട്ട് വന്നേ. എന്നടാ കൂട്ടാ, എന്നാ കാര്യം? ഞായറാഴ്ച ആയിട്ടേ വീട്ടിലോട്ട് ഇറച്ചിയൊന്നും വാങ്ങിയില്ലേ? ഓ ഇനിയിപ്പോൾ ടൗൺ വരെ ഒന്നും പോകാൻ പറ്റിയാലടാ പോയി, മടിയാന്നേ. എന്നാലേ എൻ്റെ ഒരു മറ്റൊന്നും ഇരിപ്പുണ്ട്. എന്നാ സാധനം? പെരുമ്പാമ്പ്. പെരുമ്പാമ്പോ? ഉറക്കെ പറയല്ലേ, പെരുമ്പാമ്പ്. പെരുമ്പാമ്പോ? നിനക്കത് എവിടെ നിന്ന് കിട്ടിയേ? എവിടെ നിന്ന് കിട്ടുന്നത്? എന്തിനാ അന്വേഷിക്കുന്നത്? സാധനം വേണോ? സാധനം കിട്ടിയാൽ കൊള്ളാം. നീ കച്ചവടം പറ. ഒരു 350 കിലോയ്ക്ക്. അല്ല വേണ്ട, ചേട്ടനാണ് 300. ഡീലാണോ? മോളെ, അച്ഛൻ്റെ പേഴ്സിങ് എടുത്തുണ്ടോ അടി? ഇപ്പൊ വരാം. അവിടെയാണ് ഇരിക്കുന്നത്. അവിടെയാണ് ഇരിക്കുന്നത്. അവിടെ ഇരിക്കുന്നത്. പിന്നെ രാഘവേട്ട പറഞ്ഞേക്കാം, സംഗതി സീക്രട്ടാ. എടാ കുട്ട, ഞാൻ പൊട്ടനാണോ? എടാ ഞാൻ പറഞ്ഞ ഞാൻ അകത്ത് പോകത്തില്ലയോ? ഓ അത് ശരി. പേഴ്സ് ആ കഴിച്ചാണോ? ഇപ്പൊ വരാം. ഇപ്പൊ എടുത്തിട്ട് പിടിച്ചോ, തട്ടിക്കോ. വേറെ പണിയുണ്ട്. നല്ല പിള്ളേര്. അല്ലച്ചാ, നമ്മുടെ പുറത്ത് പോനെ കാണാനില്ല. അതവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അവിടെയൊക്കെ നോക്കി അച്ഛാ. അതവിടെ എവിടെയെങ്കിലും ഉണ്ട്. പെരുമ്പാമ്പിനും തൂവലോ? ചതിച്ചല്ല ദൈവമേ. കിട്ടി കിട്ടി. എടുത്തോ. വേറെന്താ വേണ്ടേ? വേറെന്തെങ്കിലും വേണോ? വേറെ ഒരു പാക്കറ്റ് ബ്രെഡ് തന്നേരെ. നല്ലതല്ലേ? പിന്നെ ഇത് നില വന്നല്ലോ, 2 ദിവസം കൂടി ഉണ്ട്. ചേട്ടാ, ഒരു പാക്കറ്റ് കിങ്സ്, പിന്നെ ഒരു കുപ്പി വെള്ളവും. ടച്ചിങ്സ് വല്ലതും വേണം? വേറെ ഒരു ഒരു വീഡിയോ തരാം ചേട്ടാ. ഒരു മിച്ചറും കൂടിയേ. ആ, ഇതൊന്നും എടുത്തു കൊടുത്തിട്ട് പോരെ? ആ മതി. ഒന്നുകൂടെ ഇടണം. ചേട്ടാ, ഒരു പിൻ പോയിന്റ്. സിഗരറ്റും വേറെന്താ വേണമെന്ന് പറഞ്ഞേ? സിഗരറ്റാ? അതെനിക്കല്ല, കുട്ടനാ. കുട്ട സിഗരറ്റ് ഏതാണ് വേണ്ട? ഗോൾഡ്. ഒരു ഗോൾഡ്. അങ്ങനത്തെ ബ്രാൻഡ് ഉണ്ട് ചേട്ടാ. പിന്നെ ഗോൾഡ് ഒക്കെ പിന്നെ വിളക്കിന് വെക്കുന്ന ഒരു തീപ്പെട്ടിയും വീട്ടിലേക്ക്. അസ്നാദ ലഡു പൈസ എടുത്തിട്ടില്ല. അയ്യോ, പൈസ ഇല്ലെന്ന്. എന്താ വെച്ചാൽ വാങ്ങിച്ചു, ഞാൻ കൊടുത്തോളാം. ആണോ? എന്താ ചേട്ടാ, ഒരു പാക്കറ്റ് ജിലേബി, ഒരു പാക്കറ്റ് ലഡു, പിന്നെ ഒരു പാക്കറ്റ് കേക്ക്. അസ്ന, ഒരു രസനേട്. രസന വേണോ? 275. കുട്ടാ, എന്റെ പേഴ്സിന് കാശ് കൊടുക്കടാ. 275 മോനെ. 275. വെള്ളവും പിക്ചറും. നല്ലത്. എടാ നീ അങ്ങ് വന്നേക്ക്, ഞാൻ 275. ഗൂഗിൾ പേ ഉണ്ടോ? ആ, ഗൂഗിൾ പേ ഉണ്ട്. ഇല്ല, പറ്റില്ല. പറ്റില്ല 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 പറ്റില്ല. നാളെ തരാം. നിന്നെ ഞാൻ എടുത്തോളാട്ടാ. രാവിലെ ഇനി എവിടുന്ന് വെച്ചിട്ട് വെള്ളത്തിൻ്റെ ഈശ്വരാ. കുപ്പി വെള്ളം അച്ഛൻ വെള്ളമടി. എന്റെ പൊന്നു മാമ, ഇത് 3 ഫയർ അല്ല, പബ്ജിയാണ്. 3 ഫയർ? എനിക്കെല്ലാം അറിയാം, എന്നെ കൂടുതൽ പഠിപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഓ ഇയാള്. ദേ മാമ, അവര് എത്തിയാ? കാര്യമായിട്ട് കയ്യാലെന്തോ ഉണ്ടല്ലോ. അറിയാ, അസ്നക്ക് എന്നോടൊരു ഇഷ്ടമില്ലേ? ഒന്ന് പോയടാ, അവളൊക്കെ നോർമലാണ്. നീ ആ പ്ലാൻ വിട്ടേ. കുറച്ചൊക്കെ ഉണ്ടോ? ഓ, ഇന്ന് കുരിപ്പുണ്ടോ? ഇതിന്റെ വാങ്ങിക്കും. നിങ്ങൾക്ക് എന്ത് ലാഗാടാ? എത്ര നേരമായി കാത്തിരിക്കുന്നു? ഇത് ഒപ്പിക്കാൻ പെട്ട പാടെ എനിക്കറിയും. അപ്പൊ അവന്റെ ലാഗ്. നിനക്ക് വീട്ടിലിരുന്നോടാ ഇറക്ക. എനിക്ക് നിങ്ങളെ പോലെ വീട്ടിൽ ഇരുന്ന് കള്ളച്ചോറി ഇന്നെ ഒക്കൂലല്ലോ. അവന് നോട്ടം കണ്ടിട്ട് നിനക്ക് ചോട്ടിക്കൂട്ടി തോട്ടിരണം. തുടങ്ങാം. എത്ര നാളായി കണ്ടിട്ട്. മാമ,
അച്ഛ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഇതോടുകൂടി നമ്മൾ വെള്ളമടി നിർത്തുന്നു. അതെ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞത്. അതെ, നിന്റെ ഉള്ളിൽ എന്താണ് പണി? പട്ടാളത്തില്. അല്ല, ഇത് തന്നെ പണി. ഇനി അടുത്ത പറഞ്ഞ ലോഡിംഗ് ആണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല, ഇത് അവസാനത്തെ വാക്കാണ്. ഇതോടുകൂടി നമ്മൾ വെള്ളമടി നിർത്തുന്നു. വീട് പോമോ? വലിയ വൈ ദേ, ഷിജോ. അയ്യോ നക്കി വന്ന്. കൂട്ടാണ്ട് പഞ്ചായത്ത് എവിടായിരുന്നു? വാ, ഒന്ന് നക്ക്. രാവിലെ എന്താ പരിപാടി? ഒരു ചെറുതടി കളിയാ, സാധനം തിരിഞ്ഞിരിക്കുവോ? അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം. ഉറപ്പാണോ? ഉറപ്പാണേ. എടാ തക്കോ തക്കോ, നീ ആശാനടുത്ത് പോയിട്ട് എൻ്റെ പേര് വന്നു സാധനം കിട്ടും. ഉറപ്പല്ലേ? വെള്ളമില്ല, കിട്ടും വെള്ളം. വെറുതെ ഒരിടത്ത് ഇതുമില്ല. നക്കി പറ്റിച്ചാൻ നക്കി പറയുന്ന കേട്ട് വന്ന് എന്നെ വരുന്നത് അപ്പഴത്തെ മോനെ, എടാ ഈ കാഞ്ഞിരമറ്റത്ത് ഷുക്കൂറിന്റെ വീട് എവിടെയാണെന്ന് അറിയൂ? അവിടെ എന്തോ കാര്യം? അവിടുത്തെ കുട്ടിക്ക് ഒരു കല്യാണാലോചന. മോനെ അറിയൂ? അതെന്റെ ട്യൂഷൻ ടീച്ചറാ. ആണോ? ചേച്ചി എങ്ങനെ ഉണ്ട്? ചേച്ചി ചരക്കാണ്. അയ്യോ അതല്ല മോനെ, ചേച്ചിയുടെ സ്വഭാവം എങ്ങനെയുണ്ട്? ചേച്ചി പാവം, ആരും അടുത്ത കവലച്ചേ കമ്പിക്ക് ക്ലാസ്സിലാണ് വീഡിയോ വെച്ചാൽ മതി, എല്ലാരും പറഞ്ഞു തരും. ഷാപ്പിലേക്ക് എടുക്കടാ. അവിടെ ആരുമില്ല. സിരോ പറ്റിച്ചടാ. ഷിജോ തേച്ചടാ. കൂപ്പ് മര്യാദക്ക് വെള്ളം അടിച്ചോണ്ടിരുന്നേ. നിങ്ങൾ വന്നേ, കൊടുത്തിരുന്ന കാര്യം. ഒരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? അസ്തചേട്ടനെ പെണ്ണ് കാണാൻ വന്നു. നീ എങ്ങനെ അറിഞ്ഞു? എന്റെ അടുത്താ വഴി ചോദിച്ചേ. വിഷ്ണു, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിത് മുടക്കിയാലോ? മുടക്കിയിട്ട് എന്ത് കിട്ടാനാ? അവൾക്ക് നിന്നോട് ഇഷ്ടമാണ്. അതെ, അതും ശരി. പക്ഷേ അളിയന്മാരെ, ഞാൻ സത്യമായിട്ടൊരു കാര്യം പറയട്ടെ. എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എങ്ങനെയാലും നിങ്ങളൊന്ന് മുടക്കി തരാൻ പറ്റും. അല്ലെങ്കിലും ഒരു ഐഡിയ ഉണ്ട്. മാമനാ ചേച്ചിക്കൊരു ഉമ്മോട് അപ്പ ആവുമല്ലോ. ഒന്നും മിണ്ടാരിടാ. അല്ല നോക്കിയാലേ. എന്റെ പൊന്നാളി ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടാവും. നീ അതൊക്കെ വിടും, ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം. എന്താ ഐഡിയ? നമുക്ക് സെറ്റാക്കാം. ഡാ, നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. നടന്നാ മതി. നടക്കും. അല്ല, ആ ഐഡിയ ശരിയാവുന്ന. വിഷ്ണു, നീ നേരത്തെ എന്താ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതൊന്ന് പറഞ്ഞേ. അതായത് ഇപ്പൊ അവളുടെ വീട്ടിൽ ആരുമില്ല, അവള് തനിയാണ്. അപ്പോ കാമുകനായ നിന്നെ കാമുകിയായി അവള് വീട്ടിലോട്ട് വിളിച്ച് കയറ്റുന്നു. എന്നിട്ട് ഞങ്ങൾ നാട്ടുകാരെ തെണ്ടികളെ നിങ്ങളെ കയ്യോടെ പിടിച്ച് കെട്ടിക്കുന്നു. ഡാ വിഷ്ണു, നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടാ? ഡാ, അവക്ക് ഇവനോട് തീരെ ഇഷ്ടമില്ല. പിന്നെ എങ്ങനെയാ അവള് വിളിച്ചു തരുന്നത്? അവിടെയാണ് വിഷ്ണു എന്നുള്ള ബികോംകാരന്റെ ബുദ്ധി നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ഇവൻ കേറുന്നത് അവള് പോലും അറിയില്ല. ഇത് വലിയ വള്ളിയാവേ. ഒന്നും മിണ്ടായിരിക്കണം. എന്റെ അച്ഛന്റെ ക്യാമ്പിൽ ഞാൻ പോകുമ്പോൾ എന്നാളിയന്മാരെ, ഞാൻ അവളുടെ കടിഞ്ഞിട്ട് കയറിയിട്ട് ഒരു മെസ്സേജ് അയക്കാം. നിങ്ങൾ ആൾക്കാരൊക്കെ സെറ്റാക്കിട്ട് വന്നു. അപ്പൊ ശരി, ഇത് നടക്കൂടെ? അങ്ങോട്ട് ഒക്കെയാണ് കറക്റ്റ് സമയത്ത് വന്നേക്കണേ. ചെയ്തു കഴിഞ്ഞ പരിപാടി നമ്മുടെ കയ്യിൽ നിൽക്കും. എല്ലാം സെറ്റാക്കാന്നേ. നീ സമയം കളയണ്ട, പെട്ടെന്ന് നോക്കാം. എല്ലാം പറഞ്ഞ പോലെ ചെയ്താൽ മതി. അപ്പോൾ അളിയന്മാരെ, എല്ലാം സെറ്റാക്കി വെച്ചു. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ, നീ ഒന്ന് കൂളായിക്കേ. ഓക്കെ അല്ലേ? എല്ലാം സെറ്റാണ്. പൊക്കോ. എല്ലാം സെറ്റ്. പിന്നെ വീട് ജംഗ്ഷനിൽ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് രണ്ടാമത്തെ വീടാണ്, മറക്കണ്ട കേട്ടോ. നോക്കിച്ചി. പിന്നെ കുട്ട, നമുക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വലിയൊരു പ്ലാൻ ചെയ്യണം. നമ്മൾ വലിയൊരു കാര്യം ചെയ്യാൻ പോകണം. പിന്നെ തക്കു, നീ ഒരു കാര്യം ചെയ്യണം. നീ പോയി കുറച്ച് നാട്ടുകാർ തണ്ടികൾ ഒപ്പിച്ചോണ്ട് വരണം. അതെ, ഞാൻ ഏറ്റു. നാട്ടുകാർ കണ്ടികളൊന്നും ഇല്ലല്ലോ.
നക്കി. ഇന്നത്തെ മീൻ കിട്ടിക്കാൻ നേരത്തെ അടിച്ചിട്ടില്ല അല്ലേ? വാറ്റു മതി. ആരെങ്കിലും നിൽക്കാം. എന്താടാ അറിഞ്ഞ അസ്തയുടെ വീട്ടിൽ നിന്ന് സന്ദീപിനെ പൊക്കി. വാ ഒന്ന് പതിയെ പോടാ. വാ, വാ, കയ്യോടെ വെക്കാം. അറിയത്തില്ല. നാട്ടുകാരെ ഓടി വരട്ടെ. നാട്ടുകാരെ ഓടി വരട്ടെ. വീതം. വാ, വാ, വാ. ഹലോ മാമാ, ഒരു പടയന്റെ പുറകെയുണ്ട്. അസ്തയുടെ വീട് താഴെയാ. ഇതൊന്നും വെച്ചുറപ്പിക്കാൻ പറ്റില്ല. നാട്ടുകാരാന്നും പറഞ്ഞ് നമ്മൾ നടക്കണ എന്തിനാത്? അയ്യോ അമ്മടുത്തേ. അവരുടെ പൂക്ക് കണ്ട അങ്ങ് അറ്റാ. അവരുടെ സ്വഭാവം എങ്ങനെയാന്ന് ഇപ്പോഴേ മനസ്സിലായല്ലോ നാട്ടുകാർക്ക്. ഷുക്കൂറേ, നിന്റെ മോളെ അകത്തേറ്റ് ഒളിപ്പിച്ചവനെ കൂടെ ഇറക്കി വിട്രാ. നിങ്ങളെന്താ ഈ പറയണേ? ഇവിടെ ആരുണ്ടെന്നാ? അത് മോളോട് ചോദിക്കുക. അപ്പൊ അറിയാലോ ആരാ എന്താന്നൊക്കെ. മോളെ അസ്ന, എന്താ പപ്പ? ഇവരെന്താടി ഈ പറയണേ? ഞാൻ ആരെയും അകത്ത് ഒളിപ്പിച്ചു വെച്ചേക്കണത്? ഞാൻ ആരും കേട്ടിട്ടില്ല. അവളെ ഒളിപ്പിച്ചിട്ടു. അതെ, ഞങ്ങൾക്കും ഇതൊന്ന് ബോധ്യമാവണം. ആ ഇറക്കി വിട്, ഇറക്കി പിടിക്കാ, ഇറക്കി വിട്. നാട്ടുകാരുടെ മണ്ടന്മാരാന്ന് പറയട്ടെ, നിങ്ങളുടെ മോളുടെ കുരിശിലം. ഇവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉള്ളിൽ കയറി പരിശോധിക്കണം. എന്നാ ഞാൻ കയറി നോക്കാം. എന്റെ പുറകെ കഴിഞ്ഞാൽ ഒരു കമ്മിക്കൊന്നും സമ്മതിക്കില്ല. അതെന്താടോ മോളുടെ ഡിങ്കോൾഫി നാട്ടുകാരെ അറിയുന്ന കേട്ടിട്ടല്ലോ. ആരെങ്കിലും ഒരാൾ കയറി നോക്കണം. നിർത്ത്. ഓക്കെ, ഒരാള് കയറി. ഞാൻ കേറാം. നിർത്ത്. ഇതിനൊക്കെ ഞാനാ ബെസ്റ്റ്. കട്ടിലെടുത്ത് പിടിക്കാൻ ഞാനാ ബെസ്റ്റ്. കേരളയൊക്കെ കൊള്ളാം. തിരിച്ച് വെറും കൈയോടെ ഇറങ്ങി വന്നാ നിന്നെ ഇവിടെ കിട്ടിയാൻ കൊല്ലും. പക്ഷെ അവനെങ്ങാനും ഞാൻ അകത്തുനിന്ന് പൊക്കിയ ഇവളെ ഞാൻ തന്നെ കേട്ടു. അതിന് ഞാൻ ചാവണം. സാധാരണ കട്ടിൽ കെട്ടിയില്ല. ലക്കി, കിട്ടിയോ? പൊക്കിയോ? മത്സരം പാടാൻ കൂടെ. എവിടെ എവിടെ? നിനക്കെന്നെ മോളെ കെട്ടണ്ടാ? കെട്ടണ്ടാ? വേണ്ട. കെട്ടറാ മോളെ കെട്ടറാ. നീ കെട്ടണ്ടാ? നിനക്ക് കെട്ടണ്ടാ? അയ്യോ കള്ളൻ കള്ളൻ. അയ്യോ നാട്ടുകാരെ ഓടി വായോ. അവനെന്തി? അപ്പൊ മാമനെന്തി? സന്ദീപ് എവിടെ? എനിക്കെങ്ങനെ അറിയാനാണ്? വാ. എവിടെ കള്ളനെവിടെ? ഞാൻ നോക്കിക്കോളാം. മാറി മാറി മാറി. എന്താണ് 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 ഇവിടെ? എന്താണ് കള്ളനാ? എന്താണ് അമ്മേ? മോനെ നീ ഇങ്ങ് വന്നേ. കള്ളനാ. കണ്ടാ? മാമനാ. ഇപ്പൊ മനസ്സിലായില്ലേ? ആരെ കാണാൻ വന്നു? ഇപ്പൊ മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ നാക്കിറങ്ങി പോയോ? ഇപ്പൊ ഒന്നും പറയാനില്ലേ? ഡാടാ, നിനക്കൊന്നും പറയാനില്ലടാ. ഏതാടി ഇവൻ? മോനെ നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാണമ്മേ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സ്വത്തൊക്കെ എന്റെ പേരിലായിരിക്കൂലേ? എന്റെ ദൈവമേ. എന്റെ ഒരു ഐഡിയ ഉണ്ട്. കട്ടയിൽ കൂടുന്നേക്കണം. അതെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ. ഇവന് പെണ്ണുങ്ങളോട് ആണുങ്ങളോട് താല്പര്യം. ഇതിന് എന്നെ ട്യൂൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ വേണ്ടില്ല, ഞാൻ സ്ട്രൈറ്റാ. എനിക്ക് വാപ്പിച്ച് ഇഷ്ടം, വാപ്പിച്ച് വൃത്തിയിട്ട് പോലെ. വിഷ്ണു, ഇനി ഒന്നും പറയണ്ട. കല്യാണത്തിനുള്ള പരിപാടി ചോദിക്കും. ഞാൻ കിട്ടത്തൊന്നുമില്ല. അത് തീരുമാനിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അത് മതി. എന്റെ പൊന്നിയായിട്ട് ഞാൻ അറിയാതെ എനിക്ക് മീരെ അറിയത്തു പോലില്ല. സത്യമായിട്ട് അവൻ ആളെ അറിയത്തില്ല, പക്ഷെ പേരറിയാലോ. അതല്ല ഒരു പെങ്കച്ചോട് മുറി കയറി. സംശയമുണ്ട്. മീരോട് ചോദിച്ചു നോക്കിയോ? മീരെ പറ. മീരെ ഒന്നുമില്ലെന്ന് പറ. മീരെ ഇയാളോട് പറ. പറ മോളെ നീ പറ. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? സന്ദീപേട്ടൻ എന്നെ ഇഷ്ടാ. ഇന്ന് രാവിലെ കൂടി ലഡും ജലേബിയൊക്കെ വാങ്ങി തന്നേ ഉള്ളൂ. അപ്പൊ തീരുമാനമായല്ലോ. ഇനി കല്യാണം നടക്കണം. പെങ്ങളെ പോട്ടെ. ഞാൻ കിട്ടത്തൊന്നുമില്ല. ഞങ്ങൾ കെട്ടി
മോനെ നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ പറയായിരുന്നില്ലേ? 500 വരെ വിളിച്ചിട്ട് നമ്മൾ അടിപൊളി കല്യാണം ആക്കൂലായിരുന്നോ? എന്നെ മേലോട്ട് എടുക്കുമ്പോളേ നേരത്തെ ഞാൻ പറയാം. അപ്പൊ 500 സെന്റാക്ക്. നല്ല അടിപൊളി സദ്യയാണ്. അവിയലും സാമ്പാറും എല്ലാം കൂട്ടി. എല്ലാം കൂടി ജ്യൂസ് പുറത്തിലേക്ക് താ. ഞാൻ മോണ്ട അമ്മയോട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതൊന്നേ വെള്ള ഇതൊന്നേ വെള്ള ഒന്നും കൂടി വേണോ? ആ കൊല്ല്. ഞാനെന്ത് ചെയ്യാനാടാ അളിയ? സത്യത്തിൽ നിനക്ക് അസ്നെ തന്നെയായിരുന്നു മാച്ച്. പക്ഷേ അങ്ങോട്ട് എന്നാ നേരത്തെ പറയാടോ. നിങ്ങൾ നല്ല മാച്ചാട്ടോ. മാമ നാളെ ആവോ? എല്ലാരും ക്യാമറയിലോട്ട് നോക്കിക്കേ. സ്മൈൽ പ്ലീസ്.